ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, കർത്തൃദാസന്മാരെ, വീണ്ടും നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവവചന കേൾവിക്ക് വേണ്ടി ഒരുങ്ങുകയാണല്ലോ. സനാതനനും സർവശക്തനുമായ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിനകത്ത് മറഞ്ഞു കിടക്കുന്ന സ്വർഗീയ ആലോചനകൾ വിശുദ്ധ തിരുവെഴുത്തിലൂടെ നമുക്ക് നൽകപ്പെട്ടു. അതിൻ്റെ വ്യാഖ്യാനങ്ങളും പൊരുൾത്തിരിക്കലുകളും പരിശുദ്ധാത്മ നിയോഗത്തോടുകൂടെ കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ നമ്മുടെ അടുക്കൽ ദൈവത്തിൻ്റെ ആത്മാവ് അവസ്ഥയറിഞ്ഞെത്തിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ ഈ രീതിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും ഏറ്റവും അനിവാര്യമായ സ്വാന്തനത്തിനും സമാധാനത്തിനും ബലപ്പെടുത്തലിനും അനിവാര്യമായ ആത്മീക ചിന്തകൾ നമ്മുടെ ഗുണത്തിനും പഠനത്തിനുമൊക്കെ വിധേയപ്പെടേണ്ടതിന് ഇന്നും നമുക്ക് നൽകി തരേണ്ടതിന് പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. ഒപ്പം എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ വന്ദനം പറയുകയും നമ്മുടെ കർത്താവിനെ, രക്ഷിതാവിനെ, സ്വർഗീയ പിതാവിനെ മനസ്സ് തുറന്ന് 1000 നന്ദിയും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഏറ്റവും പരിചിതമായൊരു വേദവാക്യത്തിൽ നിന്ന് ഒരുപക്ഷെ നമുക്കറിയാവുന്നതാണെങ്കിലും ഒരിക്കൽ കൂടെ ദൈവിക ചിന്ത പങ്കുവെച്ച് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായം 34 വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. വിശുദ്ധ ലൂക്കോസ് 14:34. ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നുകൊണ്ട് അതിന് രസം വരുത്തും. ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നുകൊണ്ട് അതിന് രസം വരുത്തും. പിന്നെ അതിനെ പുറത്തിട്ട് ചവിട്ടുക അല്ലാതെ വേറെ ഒന്നിനും ഗുണമില്ലെന്നാണ് താഴത്തെ വാക്യം. വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു ക്രിസ്തു പ്രസ്താവനയാണത്. യേശുക്രിസ്തുവിൻ്റെ പ്രസ്താവനകൾ വിശുദ്ധ ബൈബിളിനകത്തും ക്രൈസ്തവ സമൂഹത്തിനകത്തും മാത്രമല്ല, ലോകത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് വേഗത്തിൽ അലിഞ്ഞു ചേർന്ന ഒരുപാട് പ്രസ്താവനകൾ കർത്താവ് പ്രസ്താവിച്ചിട്ടുണ്ട്. വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് പ്രസിദ്ധമായിരിക്കുന്ന ഈ വാക്ക്. മനുഷ്യനോട്, ദൈവമക്കളോട് വേദപുസ്തകത്തിൽ മനുഷ്യനെ ഉപമിച്ചിരിക്കുന്ന ഒരുപാട് വാക്കുകൾ തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിലൊന്നാണ് കർത്താവ് വളരെ സിമ്പിളായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഉപ്പ്. മനുഷ്യനെ കുറിക്കാൻ കർത്താവ് ഉപയോഗിച്ച ഏറ്റവും ലളിതമായിരിക്കുന്ന ഒരു സാധനം ഉപ്പ്. ഉപ്പിനെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചത് ഇങ്ങനെയാണ്. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഉപ്പ്, നമുക്കറിയാം. വൈദ്യശാസ്ത്രത്തിലാണെങ്കിലും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളിലാണെങ്കിലും ഉപ്പ് വിവിധ തലത്തിൽ പ്രയോജനപ്പെടുന്നതാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉപ്പിൻ്റെ ആ കാരം എന്ന് മലയാളത്തിൽ വന്നിരിക്കുന്നത് ടേസ്റ്റ് എന്ന വാക്കാണ്. ഉപ്പിൻ്റെ ആ രുചി, അതാണ് ഉപ്പിനെ ഉപ്പാക്കുന്നത്. ഉപ്പിൻ്റെ ആ കളറല്ല, ഉപ്പിൻ്റെ ആ ഷേപ്പല്ല, ആ രൂപഘടനയൊന്നുമല്ല. ഉപ്പിനെ ഉപ്പാക്കുന്ന ഘടകം ആ ഉപ്പ് രസമാണ്. ആ ഉപ്പ് രസം ഇതിൽ നിന്നങ്ങ് മാറിപ്പോയാൽ പിന്നെ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം. ഒന്നുകൊണ്ടും വേറെ ഒന്നും ആഡ് ചെയ്താൽ ഉപ്പാവില്ല, അതിനകത്തേക്കൊന്നും ആകുകയല്ല. നമ്മൾ ഈ ആധുനിക കാലത്ത് ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഫ്ലേവർ എന്നൊരു വാക്ക്. ഫ്ലേവർ, ഇപ്പം മാങ്ങയുടെ ഫ്ലേവർ, അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ, പൈനാപ്പിളിൻ്റെ എസൻസ് എന്നൊക്കെ പറയില്ല, റോസ് വാട്ടർ എന്നൊക്കെ പറയുന്ന ആഹാരത്തിനൊക്കെ പാകം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. ഇതിങ്ങനെ കുപ്പിക്കകത്ത് കിട്ടും. അതിൻ്റെ ആ മണം, ടേസ്റ്റ് എല്ലാം അങ്ങനെയാണല്ലോ. അതിൻ്റെ ഫ്ലേവർ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ. പക്ഷെ വാസ്തവത്തിൽ അത് ഏത് രീതിയിലാണെങ്കിലും ഉപയോഗിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഒരു വാസന, ടേസ്റ്റൊക്കെ വരികയാണ്. പക്ഷെ ഉപ്പിൽ നിന്ന് ഉപ്പിൻ്റെ സ്വഭാവം, ഉപ്പിൻ്റെ രുചി അത് അടർത്തി മാറ്റിയാൽ ഒരു ഫ്ലേവർ കൊണ്ടും അതിനെ പിന്നെ ഉപ്പാക്കാൻ പറ്റില്ല. കർത്താവ് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യം കുറച്ചുകൂടെ നിങ്ങൾ നല്ല ഭാഷയിൽ വായിച്ചാൽ കാണാൻ പറ്റുന്നത്, മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതാണ്. വേറെ ആർട്ടിഫിഷ്യലായിട്ട് ഒരിക്കൽ പോലും ഉപ്പിനെ ഉപ്പാക്കാൻ പറ്റിയല്ല, വേറെ ഒന്നും അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയല്ല. അതിൽ നിന്ന് ഉപ്പ് രസം ഇറങ്ങിപ്പോയാൽ ഉപ്പില്ലാതെ ഉപ്പിൻ്റെ ഒരു കാര്യം നടക്കുകയില്ല. ഇതെന്തിനാണ് കർത്താവ് ഇത് പറഞ്ഞത്? ഇവിടെ ഉപ്പിനെ ഉദ്ദേശിച്ചത് നിങ്ങളാണ് ഉപ്പ് എന്ന് യേശു പറഞ്ഞല്ലോ. മറ്റ് സുവിശേഷങ്ങളിലൂടെ വായിച്ചാൽ നിങ്ങളാണ് വെളിച്ചം, നിങ്ങളാണ് വിളക്ക്, നിങ്ങളാണ് ഉപ്പ് എന്നൊക്കെയാണ് കർത്താവ് പറഞ്ഞത്.
മനുഷ്യനെ ചൂണ്ടിക്കൊണ്ടാണ് പറഞ്ഞത്. എന്നിട്ടാണ് പറഞ്ഞത്, ഉപ്പിൽ നിന്ന് ഉപ്പിൻ്റെ ആ രസം ഇറങ്ങിപ്പോയാൽ പിന്നെ ഉപ്പില്ലാതെ ആകുന്നു. ഇത് കർത്താവ് ഉദ്ദേശിച്ചത് മനുഷ്യനിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഒന്നുണ്ട്. മൃഗീയത, മനുഷ്യത്വം, ദൈവികത, 3 ഭാഗമായിട്ടാണ് ഈ ലോകത്തിൻ്റെ വ്യവസ്ഥയെ നിലനിർത്തിയിരിക്കുന്നത്. ദൈവികത, ഡിവൈൻ, ദിവ്യ സ്വഭാവം എന്ന് തിരുവെഴുത്തിൽ പത്രോസിൻ്റെ ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട്. ദിവ്യ സ്വഭാവം, ദൈവത്തിനുള്ള സ്വഭാവം. മറ്റത് ഹ്യൂമൻ നേച്ചർ എന്ന് കൊരിന്ത് ലേഖനത്തിൽ പരാമർശമുണ്ട്. ആദ്യത്തെ അധ്യായങ്ങളിൽ പറയുന്നുണ്ട്, നിങ്ങളിപ്പോഴും ഹ്യൂമൻ നേച്ചറിലാണോ ജീവിക്കുന്നത്? ഇപ്പോഴും എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് കർത്താവിലേക്ക് വന്ന് വിശുദ്ധ സഭയുടെ ഭാഗമായിട്ടും സഭയ്ക്കകത്തും നിങ്ങൾ ഹ്യൂമൻ നേച്ചറാണോ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ, മാനുഷിക സ്വഭാവം എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. പക്ഷെ അതിലും ഉയർന്ന ഒരു സ്ഥിതിയിലേക്ക് വരാനാണ് ദൈവപുത്രൻ നിങ്ങളെ വീണ്ടെടുത്തത്. ഒരു മാനുഷിക തലത്തിൽ, മനുഷ്യത്വത്തിൽ ജീവിക്കാനല്ല, ദിവ്യ സ്വഭാവത്തിൻ്റെ ഉടമയാകാൻ. അതിൻ്റെ താഴെയാണ് മൃഗീയത. മൃഗീയം എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? മൃഗം. വിവേകത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ, മൃഗമായി മാറി. മൃഗം എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് വിവേകമില്ല, എന്താ ചെയ്യുന്നതെന്ന് അറിയാനൊക്കെയില്ല. ഇങ്ങനെ 3 തരത്തിൽ സ്വഭാവത്തെ വിശുദ്ധ ബൈബിൾ മനുഷ്യനോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. മനുഷ്യത്വത്തിലും താണ സ്വഭാവക്കാർ, കരുണയില്ലാത്തവർ, സഹജീവികളോട് യാതൊരു മനസ്സലിവുമില്ലാത്തവർ, മക്കളോട് സ്നേഹമില്ലാത്തവർ, ഒരുമിച്ച് 10-15 കൊല്ലം ജീവിച്ചിട്ട് ഒരു കൊച്ചു കാര്യം കൊണ്ട് മനുഷ്യത്വമില്ലാതെ മൃഗങ്ങൾ ഇട്ടിട്ട് പോകുന്ന പോലെ ഇട്ടിട്ട് പോകുന്നവർ. അതാണ് മൃഗീയത. അവരവരെക്കുറിച്ച് വേണമെങ്കിൽ ചിന്തിച്ചു. 2ാമത്തെ ലെവലാണ് മനുഷ്യത്വം. അതിൻ്റെ മുകളിലാണ് ദിവ്യത്വം, ദിവ്യ സ്വഭാവം. നമ്മളെ കർത്താവ് വീണ്ടെടുത്തത് ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളിയാകാൻ. ആ സ്വഭാവം നമ്മളിൽ കാണണം. മനുഷ്യത്വത്തിനും മീതെ. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. പുത്രൻ്റെ ചോരയാൽ വീണ്ടെടുത്ത് പരിശുദ്ധാത്മാവിനെ അകത്ത് തന്നെ എന്തിനാ? മനുഷ്യ സ്വഭാവത്തിനല്ല. മനുഷ്യാത്മാവ് സജീവമാണെങ്കിൽ മനുഷ്യൻ്റെ സ്വഭാവം ഉണ്ടാകും. ദൈവാത്മാവ് നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ദിവ്യ സ്വഭാവത്തിലേക്ക് മാറും. ആ ലെവലിലേക്ക് വന്നിട്ടുണ്ടോ? ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? അതേ വെറുതെ ഒരു വേദപുസ്തകവും പാട്ടുപുസ്തകവും മേടിച്ചുകൊണ്ട് ഞാനും ദൈവത്തിൻ്റെ തോളയിലായിരിക്കുന്നതെന്ന് പറഞ്ഞ് ജീവിക്കുകയാണോ? ഞാൻ പിണങ്ങുമല്ല, വഴക്കുണ്ടാക്കുമല്ല. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ ഗൗരവത്തോടെ പങ്കുവയ്ക്കുക. ഞാൻ ദിവ്യത്വം എന്നതല്ല ഉപ്പിനെ പരാമർശിച്ചുകൊണ്ട് ഇവിടെ പറയുന്നത്. യഹൂദന്മാരോട് സംവാദിക്കുമ്പോഴാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, മനുഷ്യത്വത്തെ പരാമർശിക്കുന്നത്. ദൈവസഭയോട് പറയുമ്പോൾ സഭയ്ക്കകത്ത് വന്നവൻ മനുഷ്യത്വത്തിന് മീതെ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളിയായി ജീവിക്കണം. ഒരു വലിയ പ്രസംഗമാണത്, ചുരുക്കി പറയുകയാണ്. ഇപ്പോൾ ഈ വാക്ക് പറഞ്ഞ് ഇങ്ങനെ നിർത്താം. മനുഷ്യനിലെ മനുഷ്യത്വം ഉപ്പിൽ നിന്ന് ഉപ്പുരസം ഇറങ്ങിപ്പോയാൽ പിന്നെ ഒന്നിനും കൊള്ളില്ല, നിലത്തിട്ട് ചവിട്ടാനേ വളത്തിന് പോലും കൊള്ളത്തില്ല എന്ന് എഴുതിയിരിക്കുന്നത് അറം പറ്റിയ വാക്കാണ്. കർത്താവ് ഇനി പഴുതടച്ച് പറഞ്ഞിരിക്കുക. ഇതുപോലെ മനുഷ്യനിൽ നിന്ന് മനുഷ്യത്വം നഷ്ടപ്പെട്ടാൽ പിന്നെ അങ്ങനെ ഒന്നിനും കൊള്ളത്തില്ല. മനുഷ്യത്വമില്ലാത്ത ഒരാൾക്ക് അപ്പനാകാൻ പറ്റില്ല, മനുഷ്യത്വമില്ലാത്ത ഒരാൾക്ക് ഭർത്താവാകാൻ പറ്റില്ല, മനുഷ്യത്വമില്ലാത്ത ഒരാൾക്ക് ഭാര്യയാകാൻ പറ്റില്ല, മനുഷ്യത്വമില്ലാത്ത ഒരാൾക്ക് ദൈവദാസനാകാൻ പറ്റില്ല, മനുഷ്യത്വമില്ലാത്ത ഒരാൾക്ക് മകനാകാനോ മകളാകാനോ മരുമകളാകാനോ പറ്റുകയില്ല. മനുഷ്യത്വം, അവിടെയാണ് ബന്ധങ്ങൾ കിടക്കുന്നത്. മൃഗങ്ങൾക്ക് ബന്ധമില്ല. ഏതെങ്കിലും മൃഗം കുറേ നാൾ കഴിയുമ്പോൾ എൻ്റെ കൊച്ചപ്പൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് പോകാറുണ്ടോ? ഈ മാവിയെ കാണാൻ പോകണമെന്ന് പറഞ്ഞ് പോകാറുണ്ടോ? നിങ്ങൾ ഓർത്ത് നോക്കി, ബന്ധങ്ങൾ മനുഷ്യത്വത്തിലാണ്, ദൈവത്വത്തിലാണ്. എന്തിനാണ് യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്നത്? ബന്ധമുള്ളത് കൊണ്ടാണ്. മനുഷ്യനും ദൈവമായിട്ട് ബന്ധമുള്ളതുകൊണ്ട്. ഇല്ലെങ്കിൽ കർത്താവ് ജഡമെടുത്ത് വരികയല്ല.
നമ്മളെന്തിനാണ് അവധിക്ക് വിദേശത്തിരുന്നുകൊണ്ട് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, എന്തിനാണ് ഒരു കൊല്ലം കൂടുമ്പോൾ ഹൈ ടിക്കറ്റാണ്, 5 പേര് ഇവിടെ വരണമെങ്കിൽ എത്ര രൂപയാണ്? എന്തിനാണ് നാട്ടിലേക്ക് വരുന്നത്? ഇവിടെ ബന്ധങ്ങൾ കിടക്കുകയാണ്. സ്വർഗം വിട്ട് താണ ഭൂമിയിലേക്ക് വന്നത് ഭൂമിയിൽ ബന്ധം കിടന്നതുകൊണ്ടാണ്. മനുഷ്യത്വത്തിനകത്തും ബന്ധങ്ങളുണ്ട്. മനുഷ്യത്വം നഷ്ടപ്പെട്ടാൽ അവൻ പിന്നെ ആരെ അറിയില്ല. അപ്പനെ, അമ്മയെ, ഭാര്യയെ, മക്കളെ താൻ തോന്നിയെപ്പോലെ നടക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി വചനത്തിൽ നിന്ന് പറയട്ടെ, മനുഷ്യത്വം നഷ്ടപ്പെട്ടൊരു മനുഷ്യനെ നിങ്ങൾക്ക് ചുമക്കാനും വഹിക്കാനും പറ്റിയല്ല. നിങ്ങളുടെ അപ്പനായിരിക്കാനോ അമ്മയായിരിക്കാനോ ഭർത്താവായിരിക്കാനോ ഒന്നും പറ്റിയല്ല. പിന്നെ അയാളെ ഒന്നിനും കൊള്ളത്തില്ലെന്നാണ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞ വാക്കാണ് ഞാൻ എടുത്ത് പറയുന്നത്. യേശുക്രിസ്തു താണ ഭൂമിയിൽ വന്നത് മനുഷ്യത്വം മടക്കിത്തരാൻ, സഭയ്ക്കകത്തേക്ക് വരുത്തുന്നത് മനുഷ്യത്വത്തിനും അപ്പുറയുള്ള ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളിയാകാൻ. എത്ര സുന്ദരം ദൈവിക പദ്ധതി! നിങ്ങൾക്കെന്തെങ്കിലും മനസ്സിലാകുന്നോ? എന്നും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനാവാചകം, എനിക്ക് കൃപ തരണേ, അവസരം തരണേ, വിസ തരണേ, ശുശ്രൂഷ തരണേ, അഭിഷേകം തരണേ എന്നല്ല. എന്നും പ്രാർത്ഥിക്കേണ്ടത് എന്നിലുള്ള ഉപ്പിൽ നിന്ന് കാരം നഷ്ടപ്പെടാതെ ഇരുന്നെങ്കിലേ ഉപ്പാകിരിക്കത്തുള്ളൂ എന്നതുപോലെ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് എന്നിൽ നിന്ന് മനുഷ്യത്വം നഷ്ടപ്പെടരുത്. ഹ്യൂമൻ നേച്ചർ അതുണ്ടെങ്കിലേ അതിന് മീതെ ദിവ്യ സ്വഭാവം ഉണ്ടാവുള്ളൂ. മനുഷ്യത്വമില്ലാത്തവന് ദൈവത്വം അല്ലെങ്കിൽ ദിവ്യ സ്വഭാവം ഉണ്ടാകില്ല. ആദ്യം മനുഷ്യത്വം, അത് കഴിഞ്ഞിട്ട് ദൈവികത. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം, പ്രത്യേകിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നിൽ നിന്ന് മനുഷ്യത്വം നഷ്ടപ്പെടരുത്. അതുണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്ക് പഠിച്ചു കയറാം. അതില്ലെങ്കിൽ ബാക്കിയൊന്നും നടക്കുകയില്ല. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരുപാട് പേരുടെ മനുഷ്യത്വം നഷ്ടപ്പെടുന്ന കാലമാണിത്. ബന്ധങ്ങൾ ഇല്ലാതാകുന്ന കാലം. കരയിപ്പിക്കാനും ദുഃഖിപ്പിക്കാനും കുറ്റം പറയാനും പള്ളു പറയാനും നിന്ദിക്കാനും ഉപദ്രവിക്കാനും ഇല്ലാതാക്കാനും മൃഗീയ വാസനയോടെ ആളുകളെ ദുഷ്ടൻ കയ്യിലെടുക്കുമ്പോൾ ഞങ്ങൾ എല്ലാവർക്കും മനുഷ്യത്വത്തിന് മീതെ ദിവ്യ സ്വഭാവവും ദൈവത്തോട് ചോദിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് ഈ കാര്യങ്ങൾ എല്ലാ ദിവസത്തും കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച് ബലപ്പെടാനിടയാക്കണം. ഞങ്ങളുടെ കൂട്ടായ്മയിലെ സഭയിലെ ആളുകളൊക്കെ ഇങ്ങനെ ആയിരിക്കണം. കാരമില്ലാത്ത ഉപ്പ് പോലെ ആകല്ലേ. പിന്നെ പുറത്താകും, ചവിട്ടിക്കളയും, വേറൊന്നിനും കൊള്ളിയല്ല. മനുഷ്യത്വം നഷ്ടപ്പെട്ടവർക്ക് ഒരിടത്തും സ്ഥാനമില്ല. അവൻ പുറത്താകും, അവൻ ചവിട്ടുകൊള്ളും. ദൈവമേ, ഈ വാക്കുകൾക്ക് നന്ദി. മനുഷ്യത്വം, ദിവ്യ സ്വഭാവം ഞങ്ങളത് ആഗ്രഹിക്കുന്നു. നൽകിത്തരണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.